വർഷം കടിപ്പിക്കാനല്ലോ ഈ നിയമത്തിന് മുമ്പ് കൊണ്ടുവരുന്നത് വളരെ മോശമായൊരു നടപടി. ഏത് സർക്കാർ ഭരിച്ചെന്ന് പറഞ്ഞാലും ശിക്ഷ കുറയ്ക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പീഡനത്തിന്റെ അളവ് കൂടുകയല്ല. നമസ്കാരം, ILFന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം കൂടി സ്വീകരിക്കുന്ന രീതിയിലാണ് ജനമധ്യത്തിലേക്ക് ഇറങ്ങി ഒരു അഭിപ്രായ സർവേയും കൂടി തിരക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടുപേരെ ഒന്ന് പരിചയപ്പെടുകയാണ്. രണ്ട് ജ്യേഷ്ഠന്മാരാണ്. സാറിൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് ബാബു നായർ. പറഞ്ഞോളൂ. എന്താണ്? ബാബു നായർ. ബാബു നായർ. സാറിൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് രാജു. രാജു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സംശയ നിവാരണം മാത്രമേ ഉള്ളൂ. കാര്യം ഇപ്പോൾ IPC ഇന്ത്യൻ പീനൽ കോഡ് അതിനകത്തൊരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഒരു പുതിയ നിയമം ആഡ് ചെയ്യപ്പെട്ടു. അതായത് ഭാരതീയ ന്യായ സംഹിത എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു ചോദ്യമാണ്. അതായത് ഒരു പെൺകുട്ടി അവൾക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് വഞ്ചിക്കുക, അതായത് പീഡനത്തിനിരയാക്കുക, ഇതിന്മേലൊരു പുതിയ ശിക്ഷാ നടപടിയും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ശിക്ഷാ നടപടിയെക്കുറിച്ച് അറിയുമോ? എന്നറിയോ? അപ്പോൾ അതായത് 10 വർഷം വരെ കഠിന തടവ് ലഭിക്കുന്ന ഒരു ശിക്ഷയാക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. ഇതിനോടുള്ള അഭിപ്രായം എങ്ങനെയാണ്? അത് അങ്ങനെ തന്നെ ആയിരിക്കണം. എന്തറിയാവോ, ഇപ്പം നമ്മളിപ്പം മാതാപിതാക്കൾ അത്രയും വളർത്തിക്കൊണ്ട് വന്നിട്ട് അപ്പൊ അവരുടെ രീതിയിലൊക്കെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ അത് മാതാപിതാക്കളെ വലിയ നോവിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് നല്ലതും കാണും ചീത്തയും കാണും. അത് നല്ല നടപടിയാ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ശിക്ഷാവിധി കറക്റ്റ് തന്നെയാണെന്നാണ് കറക്റ്റ് തന്നെയാണെന്നാണ് അതിന്റെ അഭിപ്രായം. ഓക്കെ 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 ഓക്കെ. അതായത് ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൊതുജനങ്ങൾ പൊതുവെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ തന്നെയാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മള് ഈ എന്താ വിവാഹം കഴിച്ച് നമുക്ക് മക്കളായ ആൾക്കാരാ കൂടുതൽ ചിന്തിക്കുന്നത്. അതെ അതെ, അച്ഛന്മാരാണ് കൂടുതൽ ഈ വിഷയത്തില്. അതെ അതെ, രക്ഷകർത്താക്കളാണ്. ഇപ്പൊ നമ്മൾ പറയണ്ടേ, അതെ അതെ, ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളൂ. ഞാൻ വിവരം പറയുമായിരുന്നു. രക്ഷകർത്താക്കൾ പോയി ബൈ ചാൻസ് അവരെ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പറയും, അല്ലെങ്കിൽ അടിക്കാൻ കൈപൊക്കി കഴിഞ്ഞാൽ പറയും തുടരുത് എന്റെ പെണ്ണാണ്. അതെ അതെ അതെ, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ശിക്ഷാരീതി കടുപ്പിക്കുന്നതോട് ഒരു പരിധി വരെ ഇതിനും മയം ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഒത്തിരി നന്ദി കേട്ടോ. നല്ലൊരു അഭിപ്രായമായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ പീഡനങ്ങളൊക്കെ കുറയും. അങ്ങനെ ശിക്ഷാവിധിയെ പറ്റി എല്ലാവരും അറിയുമ്പോൾ കൂടുതൽ ബോധേഡാവുമല്ലോ. അതെ, ജനങ്ങൾ പൊതുവെ ബോധേഡാവും. ഇതിനകത്ത് പിന്തിരിയാൻ കുറെ അധികം കാരണമാകും. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു വിവാഹത്തിനെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു അഫയർ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവര് തീരുമാനിക്കുകയുള്ളൂ. ഓക്കെ ഓക്കെ, നല്ല അഭിപ്രായം. പറഞ്ഞോ, ഇതിനെപ്പറ്റി എനിക്ക് ഒരു എതിരഭിപ്രായമുണ്ട്. ഒരു സ്ത്രീ ഒരുപാട് നാൾ പുരുഷന്റെ പിറകെ നടന്ന് എന്തെങ്കിലും ഭാഗത്തൊരു സ്ത്രീക്ക് ഈ പുരുഷനെ വേണ്ട എന്ന് വെച്ചാൽ ആ പുരുഷനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വളരെ മോശമായൊരു നടപടിയാണ്. അതായത് പെണ്ണിന് വേണമെന്നുണ്ടെങ്കിൽ പുരുഷനെ ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് വഞ്ചിക്കാം. ഇപ്പോഴത്തെ നിയമവിധി അനുസരിച്ച് പുരുഷന്മാർക്ക് ഒരു ആനുകൂല്യവും കിട്ടുന്നതല്ല. പുരുഷന് സംരക്ഷണമില്ല. 100% സ്ത്രീകൾക്കാണ് അതിന്റെ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ, അതായത് കുറെ അധികം പേര് ഈ നിയമത്തെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആൾക്കാർ ഒരുപാട് പേര് ചൂഷണം, ചില സ്ത്രീകൾ ഒരുപാട് പേര് ഈ നിയമം മുതലെടുത്ത് ചൂഷണം ചെയ്ത് പുരുഷന്മാരെ ഒരുപാട് പേരെ വഴിയിലാക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിനെ ഒരു പ്രതിവിധി എന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റുമോ? ഈ ശിക്ഷാവിധി തന്നെ സ്ത്രീകൾക്കും കൊടുക്കണം. അതെ, അതേ ശിക്ഷാവിധി തന്നെ പെണ്ണിനും കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, നല്ല അഭിപ്രായം. ഇതിലൂടെ കൂട്ടിയാലും തെറ്റില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ, ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് പോലെ രണ്ടുപേർക്കും ഒരേപോലെ തുല്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കുക വലിയൊരു തെറ്റല്ലേ? അതിനോട് യോജിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതിനോട് വിയോജിക്കുന്നതോട് ഈ ശിക്ഷ നടപ്പിൽ വരുത്തണം എന്നാണ് പറയുന്നത്. ആണ്. ഓക്കെ, ഇത് ഇച്ചിരി കടുപ്പേറിയ ശിക്ഷ ആയില്ലേ? ഇച്ചിരി കടുപ്പാണ്, ഇച്ചിരി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ശിക്ഷ കുറയ്ക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പീഡനത്തിന്റെ അളവ് കൂടുകയല്ലേ? അതും കൂടുതലാണ്. മിസ്യൂസ് ചെയ്യാനും സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം പെണ്ണ് കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിനോട് എന്തെങ്കിലും അതിനും കൂടി ബദൽ എന്തെങ്കിലും സംവിധാനം ഏർപ്പെടുത്തും. അതായത് ഈ ഒരു നിയമത്തിന്റെ പിൻബലം വെച്ചുകൊണ്ട് നാളെ ഈ പെണ്ണ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോയി പരാതി കൊടുത്താൽ
അത് ആ പുരുഷൻ എഗൻസ്റ്റ് ആയിട്ട് മാറുക. against ആയിട്ട് മാറും. ഓക്കെ ഓക്കെ. അപ്പൊ അതിന് ബദലായിട്ടുള്ള എന്തെങ്കിലും സംവിധാനം കൂടി വരണമെന്നാണ്. ഓക്കെ, വളരെ നല്ല അഭിപ്രായം. എന്തെങ്കിലും കമ്മീഷനോ പുതുതായിട്ട് അത് ഓക്കെ ഓക്കെ. അതിന് വേണ്ടിയിട്ട് ഒരു പുതിയ കമ്മീഷനെ നിയമിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ, നല്ല അഭിപ്രായം. അഭിപ്രായം സെയിം തന്നെയാണ്. ഓക്കെ, വളരെ നന്ദി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ആ ശിക്ഷ നടപടി നിലവിൽ വരണോ? ഓക്കെ, അത് ഏത് രീതിയിലായിരിക്കും, അത് സമൂഹത്തിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരിക? അതിനെ കുറിച്ച് ഇത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറയും. ഈ പീഡനങ്ങൾ കുറയും, വാഗ്ദാനങ്ങൾ കുറയും, ശരിയല്ലേ? മറിയത്തിന് എന്താ നമ്മളെ പറയാനുള്ളത്? അത് തന്നെയാണ്. അപ്പൊ വാഗ്ദാനങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണോ? അതൊക്കെ ഓക്കെ. അപ്പൊ ശിക്ഷ കടുപ്പിക്കണമെന്ന് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അത് തന്നെയാണ്, ശിക്ഷ കടുപ്പിക്കുക. അപ്പൊ ശിക്ഷ കടുപ്പിക്കുന്നതോടുകൂടി അവിടെ സംഭവിക്കുന്നത് എന്തായിരിക്കും? ഈ പീഡനത്തിന്റെ അളവ് കുറയും. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് സൊസൈറ്റിയെ രക്ഷിക്കാം എന്നുള്ളതാണ്. സമൂഹം എത്രത്തോളം നല്ലതാവുന്ന അതല്ലേ നല്ലത്. അതെ, സൊസൈറ്റി നന്നാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ രാജ്യത്തിന്റെ നന്മയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക. അതുകൊണ്ട് ശിക്ഷാ നടപടിയോട് പ്രതികൂലമല്ല, അനുകൂല നടപടിയാണ്. ശരിയല്ലേ? ഏത് സർക്കാർ ഭരിച്ചെന്ന് പറഞ്ഞാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലിച്ചേ വെക്കുള്ളൂ. ഓക്കെ ഓക്കെ, വളരെ നല്ല നിയമം തന്നെയല്ലേ, നല്ലൊരു നിയമം തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ആ ശിക്ഷാ നടപടി നിലവിൽ വരുന്നതോടുകൂടി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഒരു പരിധിവരെ കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതൊരു ഒരു പക്ഷേ നമ്മളൊരു സഹോദരനായിരിക്കാം. ഒരു സഹോദരന്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരി തന്നെയാണെന്നാണ് പറയുന്നത്, അല്ലേ? അത് ആരാ തട്ടിപ്പ് ചെയ്യുന്ന അവര് ശിക്ഷിക്കപ്പെടണം, അല്ലേ? അപ്പൊ ഈ 10 വർഷം എന്നുള്ള വെച്ച് കടുപ്പിച്ചു പോയില്ലേ? 10 വർഷം കടുപ്പിക്കാനല്ലോ, അവനെ കാണിക്കാൻ പോയിട്ടില്ലേ? മിടുക്കൻ, നല്ല ഉത്തരം തന്നെയാണ്. മോളുടെ അഭിപ്രായം എന്താണ്? നിയമം നല്ലതാണ്, പക്ഷെ ഈ 10 വർഷത്തിന് വേണ്ടിയിട്ട് അവൻ ആ പെണ്ണിനെ അത്രയും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫിസിക്കലി മെന്റലി ആ പെണ്ണിനെ അവിടെ തകർത്ത് കളഞ്ഞിട്ടാണ് ആ 10 വർഷം അവന് കിട്ടുന്നത്. അതെ അതെ, വളരെ വളരെ മികച്ച ഒരു അഭിപ്രായമാണ്. അതായത് അവളുടെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും അവൻ തകർത്തു, ശരിയല്ലേ? അപ്പൊ അതിനെ ഈ 10 വർഷം എന്നുള്ളത് കുറഞ്ഞ ശിക്ഷയാണെന്നുള്ള അഭിപ്രായം, അല്ലേ? അപ്പൊ അത് കൊടുക്കുക തന്നെ വേണം. ഭാരതീയ ന്യായ സംഹിതയിലെ ഒരു പുതിയ വകുപ്പിനെ കുറിച്ച്, 69ാം വകുപ്പിനെ കുറിച്ച് ഒരു വലിയ അഭിപ്രായ സർവേ ഞങ്ങൾ നടത്തി. വളരെ സന്തോഷം എന്ന് പറയട്ടെ, വളരെ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഒരു മനുഷ്യൻ പോലും ഇതിനെ നെഗറ്റീവായിട്ട് പ്രതികൂലിക്കുന്നില്ല. എല്ലാവരും ഈ ഒരു വകുപ്പിനോട് വളരെയധികം പോസിറ്റീവുള്ള, അതായത് ആ 10 വർഷം ശിക്ഷാ നടപടി എന്നുള്ളത് തീർച്ചയായിട്ടും നടപ്പിൽ വരുത്തുക തന്നെ വേണം. എങ്കിൽ തന്നെയും ചില ആളുകൾ ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ പെണ്ണ് മിസ്യൂസ് ചെയ്യുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകളും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിന് ലഭിച്ചിട്ടുള്ളത്. ഇനി അഭിപ്രായം പറയേണ്ടത് പൊതുജനങ്ങളായ നമ്മളാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ ഈ ചാനലിലെ ഈ വീഡിയോയ്ക്ക് താഴെയായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.